ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ കലാഭവൻ മണി എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ അത് കൊലപാതകമായിരുന്നോ ആത്മഹത്യയായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാനായിട്ട് നമ്മുടെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരള പോലീസ് പറയുന്നൊരു കാര്യം, കലാഭവൻ മണിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് 6 കൂട്ടുകാർക്ക് നുണപരിശോധന നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. മാത്രമല്ല ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ അല്ലെങ്കിൽ രാസപദാർത്ഥം ഉള്ളിൽ ചെന്നുള്ള സ്വാഭാവിക മരണമാണോ കലാഭവൻ മണിക്ക് സംഭവിച്ചത് എന്നാണ്. എന്നാൽ ഇവിടെ പോലീസിനെ വലയ്ക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട്. മരണകാരണം സ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല. കൂടാതെ 290-ലേറെ സാക്ഷികളുടെ മൊഴിയെടുക്കുകയും നിരവധി സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. എന്നിട്ടും മരണകാരണം എന്താണെന്ന് കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും അന്വേഷണത്തിനൊടുവിലും നമ്മുടെ മണിച്ചേട്ടന്റെ മരണകാരണം സംബന്ധിച്ച ദുരൂഹത തുടരുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാപ്പനെ കുറിച്ചും വർക്കയെ കുറിച്ചും അതില് വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് റോള് മാത്രമാണ് മേരി.